ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ഡിവോഷണൽ ട്രിപ്പാണ്. ഡിവോഷണൽ എന്ന് പറയുമ്പോൾ അമ്പലമല്ല കേട്ടോ, പള്ളികളാണ്. ഈ പള്ളികളെല്ലാം വരുന്നത് തമിഴ്നാട്ടിലാണ്. നമ്മൾ ആദ്യം എത്തിയ പള്ളി എന്ന് പറയുന്നത് അത്ഭുതമാതാ പള്ളിയാണ്. അവിടെ പോയി അവരെല്ലാം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് ഇഡലി സാമ്പാറും തന്നു. ഇതുവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, എന്നെ വിട്ട് നിർബന്ധിച്ചാണ് കഴിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പള്ളിയിലേക്ക് പോകേണ്ടി വന്നു. നേരെ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മളൊരു തമിഴ്നാട് വണ്ടി കണ്ടു. അത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ കേരളത്തിലെ വണ്ടി കളറില്ലാഞ്ഞിട്ട് പോലും എന്ത് മനോഹരമാണെന്ന്. അത് കഴിഞ്ഞ് അവിടെ നമ്മൾ നേരെ അടുത്ത പള്ളിയിലേക്ക് എത്തി. അവിടുത്തെ പള്ളിയിലെ ആംബിയൻസ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടമായി. അതുകൊണ്ട് കുറച്ച് നേരം അതിന് ചുറ്റും ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ട് നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത പള്ളിയിലേക്ക് എത്തി. ആ പള്ളി നമ്മുടെ കുമാരകോവിലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു പള്ളിയാണ്. ഇവിടുത്തെ ആംബിയൻസും എനിക്കിഷ്ടമായി. ഇന്ന് നമുക്ക് ഏകദേശം ഒരു 6-7 പള്ളിയോളം കവർ ചെയ്യാനുണ്ട്. എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോഴത്തേക്കും എനിക്ക് കഴിക്കാൻ വേണ്ടി അവരെനിക്ക് പഴം കൊണ്ടുവന്നു. 2 എണ്ണം കഴിച്ചു. ഞാൻ ബാക്കി മാറ്റി വെച്ചു പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. തമിഴ്നാട്ടിലെ ചൂട് അൺസഹിക്കബിളാണ്. ഇവരുടെ സ്നേഹം അതിനെക്കാട്ടും സഹിക്കബിളാണ്. കാരണം എന്നെക്കൊണ്ട് നിർബന്ധിച്ചാണ് ഓരോന്ന് കഴിപ്പിക്കുന്നതും. ഇതുപോലെ ചൂട് കാരണം കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയതും. ലൈവായിട്ട് കരിമ്പിൻ ജ്യൂസ് അടിക്കുന്നത് അവിടുത്തെ ഒരു പതിവ് കാഴ്ചയാണ്. അതും കണ്ടിട്ട് നേരെ ജ്യൂസ് വന്നു. നല്ല ജ്യൂസ് കുടിച്ചപ്പോൾ നല്ല സുഖമുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത പള്ളിയിലേക്ക് എത്തി. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടുള്ള TV സെറ്റ് ചെയ്ത് കൊടുക്കാനിരുന്നു. ഇനി കുറച്ച് ദൂരം യാത്ര ഉള്ളത് കൊണ്ട് ബോറടിച്ച് പോകുന്നതിനെക്കാട്ടി നല്ലത് ഒരു TVയിൽ സിനിമ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നേരെ TV സെറ്റ് ചെയ്തിട്ട് അടുത്ത പള്ളിയിലേക്ക് എത്തി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ തിരുവനന്തപുരത്തെ പിള്ളേരെ ഒരു ചാകര തന്നെയായിരുന്നു. പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് വണ്ടികൾ, ഒരുപാട് പരിചയമുള്ള കിച്ചു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭജനമടം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ NN ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു. പിന്നെ കണ്ട് പരിചയമുള്ള മീനൂസും ഉണ്ടായിരുന്നു. ബാക്കി വണ്ടികളുടെ ഒന്നും ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ഇവരെ സേഫായിട്ട് കൊണ്ട് നാട്ടിലേക്ക് എത്തിക്കണം. ഇപ്പോഴത്തേക്ക് സമയം 4 മണിയായി. നമ്മളൊരു 7-8 മണിയാകുമ്പോഴത്തേക്കും നാടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള ഏത് യാത്രയ്ക്കായാലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ടീം ഭാഗം എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും.